ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു പാവയ്ക്ക തീയലുണ്ടാക്കാം. പാവയ്ക്ക നന്നായിട്ട് കഴുകിയെടുക്കുക. ചെറുതായി കഷ്ണിക്കണം. അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം എടുത്ത് കളയണം. പാവയ്ക്ക തീയൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കനം കുറച്ച് അരിയണം കേട്ടോ. കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് ചെറിയ ഉള്ളി വേണം, തേങ്ങ വേണം, വറ്റൽമുളക് വേണം, മല്ലി വേണം, മഞ്ഞൾപ്പൊടി. ചെറിയ കുനുകുനാ അരിഞ്ഞെടുക്കുക. കനം കുറച്ച് വേണം കേട്ടോ അരിയാനായിട്ട്, കട്ടി കൂട്ടി അരിയരുത്. ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വറുക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില, ഉണക്കമുളക്, 2-3 കാശ്മീരി മുളകും. ഇതെല്ലാം കൂടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഊറ്റാം നമുക്ക്. തീയലൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുക്കാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുക്കുന്നതായിരിക്കും നല്ലത്. തേങ്ങ നന്നായിട്ട് നല്ല നിറം വരുന്ന വരെ വറുക്കുക. അതിലേക്ക് ഉണക്കമുളക് ഇടാം, കറിവേപ്പില ഇടാം. അത് വറുത്തിട്ട് 2-3 സ്പൂൺ മല്ലിപ്പൊടിയേക്കാൾ നല്ലത് മല്ലിയായിരിക്കും കേട്ടോ, മുഴുവനുള്ള മല്ലി. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായിട്ട് വറുക്കുക. കുറച്ച് ഉലുവ ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിക്കുക. വെള്ളം ചേർക്കാതെ പൊടിക്കണം കേട്ടോ ഇതാദ്യം. പൊടിച്ചെടുത്തിട്ട് നന്നായിട്ട് വെള്ളം ചേർത്ത്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ചുവന്നുള്ളി ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടുക, കടുക് ഇടുക. കറിവേപ്പില ഇടുക. ചുവന്നുള്ളി അരിഞ്ഞു വെച്ചത് ഇടുക. രണ്ട് ഉണക്കമുളകും കൂടെ ചേർക്കണമായിരുന്നു, ഞാനത് ഇപ്പോൾ ഇടാൻ മറന്നുപോയി. ഇനി അരിഞ്ഞു വെച്ച പാവയ്ക്ക നമുക്ക് അതിനകത്തോട്ട് ചേർക്കാം. 2 പച്ചമുളക് ഇടുക. പാവയ്ക്ക അതിനകത്തോട്ടിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. സമയം എടുത്ത് വേണം ഇത് ചെയ്യാൻ. നന്നായിട്ട് വഴറ്റണം. അതിനകത്ത് ഇടണം, സമയം എടുത്ത് വഴറ്റണം. നന്നായിട്ട് വഴറ്റി പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുതിരാനായിട്ട്. നന്നായിട്ട് വഴന്നതിന് ശേഷം ആ പുളിവെള്ളം അതിനകത്തോട്ട് ഊറ്റാം. ഉണക്കമുളക് ഇപ്പോഴായിട്ടുള്ളൂ. പുളി പിഴിഞ്ഞ് പുളി അങ്ങനെ തന്നെ ഇടുക. പുളി പിഴിഞ്ഞ് കളയൊന്നും വേണ്ട കേട്ടോ, പുളി അതിനകത്തേക്ക് ഇടുക. പുളി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അരച്ച് വെച്ച തേങ്ങ കൂട്ട് അതിനകത്തോട്ട് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. വെള്ളം എത്രയാണോ വേണ്ട അത്രയും ചേർക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ, നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഉപ്പിടാവുള്ളൂ. ആദ്യം കൂടെ ഒന്ന് ഉപ്പിടരുത് കേട്ടോ, പാവയ്ക്ക വേവില്ല പുളി ഊറ്റിയ കാരണം. എന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് ഉപ്പിടുക. അടിപൊളി പാവയ്ക്ക തീയലാട്ടോ. ഇത് മതി ചോറിന്.
പാവയ്ക്ക തീയൽ റെഡി. അത് കുറച്ച് ഉരുക്കി വെച്ചുള്ള ശർക്കര ഊറ്റണം. അല്ലെങ്കിൽ ശർക്കര ചീകിട്ടാലും മതി. പാവയ്ക്ക തീയൽ റെഡി.